ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില ചരിത്ര വാർത്തകളിലേക്ക് കൂടി പോകാം. കോർപ്പറേഷൻ മേയർ നക്സലൈറ്റ് ആയിട്ടുണ്ടോ? തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ആറ്റിങ്ങൽ MLA എന്നീ പദവികൾ വഹിച്ച കോസല രാമദാസാണ് പാർട്ടി വിട്ട് നക്സലൈറ്റ് ആയത്. കേരള രൂപീകരണത്തിന് ശേഷം രാജിവെക്കുന്ന ആദ്യ MLA കൂടിയായി കോസല രാമദാസ്. വിപ്ലവം തോക്കിൻകുഴലിലൂടെ വേണോ, സമാധാനപരമായിരിക്കണോ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തലപുകച്ച് ചിന്തിച്ച് നടന്ന കാലം. നക്സൽ ബാരിയിൽ ചാരു മജുംദാറും കനു സന്യാലും ഒക്കെ കൊളുത്തിവിട്ട വിപ്ലവ ചിന്തയ്ക്ക് കേരളത്തിലും തീ പിടിച്ചു. വസന്തത്തിന്റെ ഇടിമുഴക്കം കേട്ട് കോസല രാമദാസ് നക്സലൈറ്റായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടുങ്ങി. രാമഭക്തനായിരുന്ന അപ്പൂപ്പൻ ചെറുമകന് രാമന്റെ രാജ്യമായ കോസല ചേർത്ത് കോസല രാമദാസ് എന്ന് പേരിട്ടു. എന്നാൽ രാമദാസിന്റെ വഴി വിപ്ലവമായിരുന്നു. തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോസലയും ഒരുമിച്ച് വളർന്നു. 64-ലെ പിളർപ്പിൽ തലസ്ഥാനത്ത് പാർട്ടി പിടിക്കാൻ കോസല മുന്നിൽ നിന്നു. വൈകാതെ CPIM ജില്ലാ സെക്രട്ടറിയായി. ഒരു മാസത്തിലാകെ അച്ഛൻ ഒരാഴ്ച എങ്ങനെ കഷ്ടി വീട്ടിൽ കാണത്തുള്ളൂ. എപ്പോഴും യാത്രയായിരിക്കും. അങ്ങനെ പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനെ കുറിച്ച് ഇപ്പോഴും കോസല രാമദാസിൻ്റെ മകളെന്ന് പറയുമ്പോൾ എവിടെ എനിക്കൊരു അഭിമാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു അക്കാലത്ത് കോസലയുടെ രാഷ്ട്രീയ പരിസരം. 16 വർഷം നന്ദൻകോട് വാർഡ് കൗൺസിലറായി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തി. മേയറായിരിക്കുമ്പോഴാണ് ആറ്റിങ്ങലിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത്. MLA-യുമായി 1.5 വർഷം കഴിഞ്ഞ് 1968 നവംബറിൽ CPIM-നെ ഞെട്ടിച്ച് കോസല പാർട്ടി വിട്ട് നക്സലൈറ്റായി. കോസല രാമദാസിന്റെ രാഷ്ട്രീയവും ജീവിതവും കെട്ടിപ്പിണഞ്ഞു കിടന്നു നന്ദൻകോട്ടെ ഈ വീട്ടിൽ. ഒരേ സമയം വീടായും തൊഴിലാളി യൂണിയനുകളുടെ ഓഫീസായും ഈ വീട് പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നക്സൽ പ്രസ്ഥാനത്തെയും ഒക്കെ ഉപേക്ഷിച്ചെങ്കിലും ജീവിതത്തിലുടനീളം രാഷ്ട്രീയ ജീവിയായി കോസല രാമദാസ് നിലകൊണ്ടു. ഈ വീട് അതിന് വേദിയാവുകയും ചെയ്തു. അധികം വൈകാതെ നക്സലിസം വിട്ട കോസല രാമദാസ് അസംഘടിതരായ തൊഴിലാളികൾക്കൊപ്പം നിലകൊണ്ടു. സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സ്ഥാപിക്കുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ചു. അംഗീകൃത തൊഴിലാളി സംഘടനകൾ പോലും ചെന്നെത്തിയിട്ടില്ലാത്ത തൊഴിൽ മേഖലകളിൽ യൂണിയനുകൾ ഉണ്ടാക്കി. ഇന്തോ ചൈന ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം വരെ വഹിച്ചു. തൊഴിലാളി വർഗബോധം തനിക്ക് ചുറ്റിലും പരത്താൻ ജീവിതമാകെ കോസല ശ്രമിച്ചു. വീടിന്റെ ചുമരിലും ജനൽപ്പാളിയിലുമൊക്കെ അതിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കാണാം. അസംഘടിത തൊഴിലാളികൾ എവിടെല്ലാം ഉണ്ടായിരുന്നോ, അത് സർക്കാർ മേഖലയായാലും പ്രൈവറ്റ് മേഖലയായാലും ഏത് മേഖലയിലായാലും അവിടെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിതം മാറ്റിവെച്ചിരുന്നതെന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെയൊന്നും വിപ്ലവം അത്ര പോരാ, വിപ്ലവത്തിൻ്റെ പാത ശരിയല്ല. കുറച്ചുകൂടെ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി പോരാടണം എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വാഞ്ചയാണ്. അദ്ദേഹത്തിന് MLA സ്ഥാനവും മേയർ സ്ഥാനവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. ഇതെല്ലാം ഒരു നട അദ്ദേഹം വേണ്ടാന്ന് വെച്ച് രാജി എഴുതി കൊടുത്തിട്ട് പോകുമായിരുന്നു. പിൽക്കാലത്ത് വർഷങ്ങളോളം MLA-യുടെ പെൻഷൻ വാങ്ങിക്കുകയോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചികിത്സാ ചെലവെന്നും പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനോടൊക്കെ എതിരായിരുന്നു. കോസല രാമദാസ് ഉൾപ്പെടെയുള്ളവർ സ്വപ്നം കണ്ട വസന്തത്തിന്റെ ഇടിമുഴക്കം രാജ്യത്ത് നിലച്ചു. വഴിതെറ്റി അക്രമപാതയിൽ മാത്രമായി. പാർലമെന്ററി വ്യാമോഹികളെന്ന് കോസല വിശേഷിപ്പിച്ച CPIM കേരളത്തിൽ തുടർഭരണം നേടി. അപ്പോഴും ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരെ കേട്ടവരുടെ ചരിത്രം ഓർമ്മകളായി കത്തുന്നുണ്ട്. MG മഞ്ജുഷിനൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.